സമകാലിക വിഷയങ്ങളിൽ തന്റെ വ്യക്തമായ ആശയം പ്രകടിപ്പിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ദേശാഭിമാനി മുൻ പത്രാധിപൻ ജി ശക്തിധരൻ. സോളാറും EP കേസുമൊക്കെ വിവിധ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം കുറിച്ചിരിക്കുകയാണ് ജി ശക്തിധരൻ. 3 പതിറ്റാണ്ട് പഴക്കമുള്ള EP ജയരാജൻ വധശ്രമ കേസ് എന്തുകൊണ്ടാണ് ഒരു ദുരന്ത പര്യവസായിയായി എത്തി നിൽക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക കുറ്റക്കേസിൽ ഹാജരായ അഭിഭാഷകന് മണിക്കൂറിൽ 35 ലക്ഷം രൂപ പ്രതിഫലം ഖജനാവിൽ നിന്ന് നൽകിയ സർക്കാരും പാർട്ടിയും എന്തുകൊണ്ടാണ് ജയരാജന്റെ കേസ് നടത്തിപ്പിൽ മാപ്പർഹിക്കാത്ത അലംഭാവം കാട്ടിയത്? ശതകോടീശ്വരന്മാരുമായി പാർട്ടിയെ അടുപ്പിക്കുന്ന മുഖ്യകണ്ണി എന്നറിയപ്പെടുന്ന EP ജയരാജന്റെ ജീവന് നേരെയുണ്ടായ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കാൻ പാർട്ടിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെ അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന ലാവ്ലിൻ കേസിൽ ഓരോ തൊടുന്യായങ്ങൾ ഉന്നയിച്ച് തുടർച്ചയായി 35 തവണ മാറ്റിവെപ്പിച്ച് മുഖ്യമന്ത്രിയെ പ്രീണിപ്പിക്കുന്ന അഭിനവ റാസ്പുട്ടിൻ എന്തുകൊണ്ടാണ് BJPയിലുള്ള സ്വാധീനം EP-യുടെ കാര്യത്തിൽ പ്രയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ്? അതോ ചുളിവിൽ പാർലമെന്റ് അംഗത്വവും വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും തരപ്പെടുത്തി തരുന്നവർക്ക് മാത്രമേ ഈ സ്വാധീനം വിട്ടു നൽകൂ എന്നാണോ? ഒരു ബമ്പർ EP-യും അടിച്ചോട്ടെ എന്ന് കരുതിക്കൂടെ റാസ്പുട്ടിന്? തൊട്ടിലിൽ കിടന്ന പ്രായത്തിൽ അറിയാതെങ്ങാനും മുഷ്ടി ചുരുട്ടിയിട്ടുണ്ടെന്നല്ലാതെ ആയുസ്സിൽ ഒരിക്കലും പാർട്ടി സഖാക്കൾക്കൊപ്പം ഒരു ജാതിയിലും മുഷ്ടി ചുരുട്ടുകയോ കയ്യബദ്ധം കൊണ്ട് പോലും ചെങ്കൊടി കണ്ടാൽ കൗതുകം കൊണ്ടെങ്കിലും തൊടുകയോ ചെയ്തിട്ടില്ലാത്ത റാസ്പുട്ടിന് ജോൺ മുണ്ടക്കയം തുറന്നുവെച്ച സോളാർ പണ്ടാരപ്പെട്ടിയിൽ നിന്ന് വിവിധ അവതാരങ്ങളെ ഇറക്കി കാണിച്ച് വിരട്ടിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയാണോ? മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, പാർലമെന്റ് അംഗം, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം, കുടച്ചക്രം, ഇതൊന്നും കേട്ടിട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് തൊലി ഒരിയുന്നില്ലേ സഖാവേ? റാസ്പുട്ടിന്റെ അടിമയാണോ സെക്രട്ടറി? ഓരോ അവതാരങ്ങളെ ഇറക്കി താൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് അഹങ്കരിക്കാൻ ഇയാൾ ആരാ? ജയരാജനെ തീവണ്ടി യാത്രക്കിടയിൽ വകവരുത്താൻ വാടക കൊലയാളിയെ ചിലർ അയച്ചിരുന്നുവെന്നതും വെടിയേറ്റ ജയരാജൻ അത്യാസന്ന നിലയിൽ മദിരാശിയിലെ ആശുപത്രിയിൽ 40 ദിവസത്തിലേറെ കഴിയേണ്ടി വന്നു എന്നതും സത്യമല്ലേ? വെടിവെച്ചതായി പോലീസ് കണ്ടെത്തിയ വാടക കൊലയാളികൾ പോലീസ് കസ്റ്റഡിയിലായി എന്നതും പരമസത്യം. 1995 ഏപ്രിൽ 12-ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ജയരാജനെ ആന്ധ്രയിൽ ചിറാല റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ RSSകാരായ 2 പേർ ചേർന്ന് വെടിവെച്ചു എന്നതായിരുന്നു കേസ്. വെടിവെച്ച 2 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ K. സുധാകരനെയും ഹൈക്കോടതി ഏറ്റവും അവസാനം വെറുതെ വിട്ടു. ഇന്ത്യയാകെ കോളിളക്കം സൃഷ്ടിച്ച കേസാണിത്. കേരളത്തിലാകട്ടെ അപൂർവങ്ങളിൽ അപൂർവമായ കേസും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ 2ാം സ്ഥാനം അലങ്കരിക്കുന്നയാൾ, മുൻ മന്ത്രി എന്നിങ്ങനെയെല്ലാം ശോഭിക്കുന്ന EP-യെ കേസ് നടത്തിയപ്പോൾ ആരാണ് ചതിച്ചത്? എന്തുകൊണ്ടാണ് EP നൽകിയ വധശ്രമ കേസ് വാദം കേൾക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തും വിധം കേസ് തള്ളിച്ചത്? ആരുടെ കൂടോത്രമാണ് ഫലിച്ചത്? അതോ ഈ കേസ് വെറും മായാവിയായിരുന്നോ? ജയരാജൻ തീവണ്ടിയിൽ കയറിയിട്ടുമില്ല, ആരും വെടിവെച്ചിട്ടുമില്ല എന്നാണോ? അടിയന്തരാവസ്ഥയിൽ രാജൻ കേസ് അന്വേഷണം എങ്ങും എത്താതായപ്പോൾ അന്വേഷണത്തിനെത്തിയ പോലീസുകാരൻ രാജന്റെ അച്ഛൻ ഈച്ചവാര്യരോട് ചോദിച്ചതായി പറയുന്ന ഒരു ചോദ്യമുണ്ട്. മാഷേ, സത്യം പറ, അങ്ങനെ ഒരു മോൻ മാഷിന് ഉണ്ടായിരുന്നോ? കേസ് ശുഭപര്യവസായിയാക്കാൻ പോലീസുകാർ കണ്ട എളുപ്പവഴി അതായിരുന്നു. അതുതന്നെയാണ് മാധ്യമങ്ങളും ചോദിക്കുന്നത്. സഖാവേ, സത്യം പറ, കഴുത്തിൽ കൊണ്ടു എന്ന് പറയുന്നത് വെടിയുണ്ട തന്നെയാണോ? വാദം കേൾക്കാനുള്ള അവസരമെങ്കിലും നേടിയെടുക്കാത്ത വിധി അനാഥപ്രേതം കൊണ്ട് തള്ളുന്ന നിലയിലായിപ്പോയല്ലോ. പാർട്ടിയിൽ EP ഇനി ഒന്നുമല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദേശം ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറി ആയിരുന്ന 12 വർഷമോ മുഖ്യമന്ത്രിയായിരുന്ന 8 വർഷക്കാലമോ മുഖ്യമന്ത്രി ഈ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തോ? ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നേരെ വാടക കൊലയാളിയെ ഉപയോഗിച്ച് വെടിവെച്ച് പരിക്കേൽപ്പിക്കുന്നത് വധിക്കാനല്ലാതെ ഉമ്മ കൊടുക്കാനാവില്ലല്ലോ. കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും PB അംഗം ഇത്രയും കാലത്തിനുള്ളിൽ ഈ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? MA ബേബിയുടെ കാര്യം വിടുന്നു. അദ്ദേഹത്തിന് മാർക്സിസം ലെനിനിസം അപ്രായോഗികമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ദശാബ്ദങ്ങളായി. അതുകൊണ്ടാണ് P. രാജീവുമായി ചേർന്ന് 4ാം ലോക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. PBയിലെ ആദ്യത്തെ അരാഷ്ട്രീയവാദിയാണല്ലോ ബേബി. അതുകൊണ്ട് സഹപ്രവർത്തകൻ വെടിയേറ്റ കേസിൽ ഒന്നും അന്വേഷിച്ചില്ലെങ്കിലും തെറ്റ് പറയാനാകില്ല. അതിലും കേമമാണ് S. രാമചന്ദ്രൻ പിള്ള സഖാവിന്റെ അവസ്ഥ.
ഒരിക്കലും വിപ്ലവ പാർട്ടിയിൽ വരേണ്ട ആളല്ല അദ്ദേഹം. അതുക്കും മേലെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാവം. എന്തെന്നാൽ ശരീരം അനങ്ങിയുള്ള പണി അദ്ദേഹത്തിന് ശീലമുള്ളതല്ല. എന്തിന് കഠിനമായ ചുമതലകൾ ഏറ്റെടുത്ത് ജന്മം പാഴാക്കണമെന്ന് മറുചോദ്യം സദാ ചുണ്ടിൽ കൊണ്ട് നടക്കുന്ന മഹാസ്വാത്വികനാണ് SRP. വെടിയോ ഇടിയോ അടിയോ ബോംബേറോ ഒന്നും അസ്ഥിയിൽ പിടിക്കുന്ന ദേഹപ്രകൃതമല്ല SRPയുടേത്. കൂർമ്മ ബുദ്ധിയാണ്. ജയരാജന് വെടിയേറ്റ ദിവസം എനിക്കൊരു കയ്യബദ്ധം പറ്റി. മുൻ മന്ത്രി EK ഇമ്പിച്ചിവാവ ദില്ലിയിൽ അന്തരിച്ച ദിവസമായിരുന്നു അത്. ജയരാജന് വെടിയേറ്റ സ്ഫോടകമായ വിവരം അറിയിച്ചപ്പോൾ SRP ഒന്ന് ഞെട്ടി. അതാണല്ലോ PB നിലവാരത്തിലുള്ളവർ ആദ്യ ഗഡുവായി നൽകുന്ന പ്രതികരണം. കൊലയ്ക്കുള്ള ആസൂത്രണം നടന്നതും വാടക കൊലയാളികളെ എത്തിച്ചതും കേരളത്തിൽ നിന്നാണെന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലെ എൻ്റെ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. ഗൗരവതരമായ വിഷയമായതുകൊണ്ട് PB അംഗമായ SRPയെ വിവരമെല്ലാം ധരിപ്പിച്ചു. എന്തെങ്കിലും അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥന നടത്തി. ദില്ലിയിൽ മലയാളികൾ നടത്തുന്ന ക്യാപിറ്റൽ എന്ന ഹോട്ടലിൽ പ്രതികളുമായി ബന്ധപ്പെട്ടവർ ഉണ്ടെന്ന് ഞൊടിയിടയിൽ തിരിച്ചറിഞ്ഞു. അവിടെ വന്ന് പോലീസ് അന്വേഷിക്കണമെന്ന എൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ SRP തലകുലുക്കി സമ്മതിച്ചു. ഞാൻ കരുതി SRP സടകുടഞ്ഞെണീക്കുമെന്ന്. അരമണിക്കൂർ കാത്തിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് SRPയുടെ പ്രകൃതം ഓർമ്മ വന്നത്. നിസ്സംഗത. വെടിയല്ല തല വെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ ഏശില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സർക്കാർ ലാവണത്തിൽ ഗുമസ്തനായി കയറി PBയിൽ എത്തിയതിന്റെ ഗുണമാണോ എന്നറിയില്ല. ഒരു ഉൾവിളി പോലെ ഞാൻ അപ്പോൾ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ഫോണിൽ വിളിച്ച് കഥ മുഴുവൻ അവിടെയും വിളമ്പി. സ്ഥിതിഗതിയുടെ ഗൗരവം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു വാക്ക് ഇല്ല. കുട്ടിക്കാലം മുഴുവൻ ഭീകരപ്രവർത്തനവുമായി ഗുഹയിലായിരുന്നല്ലോ. സുർജിത്തിന്റെ ചോദ്യം ഉടൻ വന്നു. ഇതിലെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ ഹോട്ടലിൽ തെളിവുകളെല്ലാം ഉണ്ട്. സമയം പാഴാക്കാതെ പോലീസ് നിയമാനുസൃതം ആക്ട് ചെയ്യണം. സുർജിത്തിന്റെ മറുപടി വന്നു. ഞാൻ ആരോട് പറയണം? കേന്ദ്ര ആഭ്യന്തരമന്ത്രി SB ചവാനോട് സഖാവ് സംസാരിക്കണം. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: ഗീവ് മീ 20 minutes. സുർജിത്ത് അത്രയും പറഞ്ഞ് ഫോൺ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോൾ. ഡൺ. ആക്ഷൻ സ്റ്റാർട്ടഡ്. എൻ്റെ ശരീരത്തിലൂടെ ആവേശത്തിന്റെ മിന്നൽ പിണർ കടന്നുപോയി. EP അപ്പോൾ ചെന്നൈയിലെ ആശുപത്രി ICUവിൽ മരണവുമായി മല്ലടിക്കുകയായിരുന്നു. കൊല്ലിക്കാൻ ശ്രമിച്ചവർ ഒരു ദുഃഖവാർത്ത കേൾക്കാൻ ആമോദത്തോടെയും. അതിനിടെ സുർജിത്ത് അറിയാതെ ഞാൻ മറ്റൊരു അതിക്രമം കാണിച്ചിരുന്നു. കേരളത്തിലെ എൻ്റെ സുഹൃത്താണ് ദില്ലിയിലെ വിവാദ ഹോട്ടലിലെ മാനേജർ എന്ന വിവരം യാദൃച്ഛികമായി അറിഞ്ഞു. അദ്ദേഹത്തെ എങ്ങനെയും കയ്യോടെ പൊക്കണമെന്ന എൻ്റെ ലക്ഷ്യം ഭാഗ്യം കൊണ്ട് നിറവേറ്റപ്പെട്ടു. ഞാൻ താമസിക്കുന്ന VP ഹൗസിലെ ഒരു സൂട്ടിൽ അദ്ദേഹത്തെ എത്തിച്ച് മുറി കുറ്റിയിട്ടു. പുറത്തു പോകാൻ അനുവദിച്ചില്ല. സാവകാശം വിവരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ അക്രമത്തിന് കൂട്ടു നിൽക്കില്ലെന്നും ഒപ്പമുണ്ടാകുമെന്നും ആ ഗാന്ധിയൻ ഉറപ്പു നൽകിയപ്പോൾ സ്നേഹാതിരേകത്താൽ എൻ്റെ കണ്ണു നിറഞ്ഞു. എന്തെങ്കിലും ഫലം കണ്ടിട്ട് പുറത്തു പോയാൽ മതി എന്ന എൻ്റെ അഭ്യർത്ഥന പൂർണ്ണമായി മാനിച്ചു. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിസ്വാർത്ഥരായ നന്മയുടെ നിറകുടങ്ങൾ ഉണ്ടല്ലോ എന്നതിൽ അതിശയം തോന്നി. അതിനിടെ ഹോട്ടലിൽ നിന്ന് ഒരു കോൾ എൻ്റെ മുന്നിലിരുന്ന അദ്ദേഹത്തെ തേടിയെത്തി. അങ്ങേ തലക്കിൽ നിന്ന് പരിഭ്രാന്തനായി ഒരാൾ സംസാരിക്കുന്നത് എനിക്കും കേൾക്കാമായിരുന്നു. ഇവിടെ ഹോട്ടലിൽ വൻ പോലീസ് സന്നാഹം. റെയ്ഡ് എന്നാണ് പറയുന്നത്. ബിൽബുക്കും ലെഡ്ജറും മറ്റു രേഖകളും ചോദിക്കുന്നു. എന്ത് വേണം? ഒരു നിമിഷം വൈകാതെയാണ് മാനേജർ മറുപടി കൊടുത്തത്. പൂർണ്ണമായി പോലീസുമായി സഹകരിക്കണം. എന്ത് രേഖ ചോദിച്ചാലും കൊടുക്കണം. അവിടെ തങ്ങിയിരിക്കുന്ന ടീമിനെ 2 ദിവസത്തെ ഭക്ഷണ ബില്ലും സന്ദർശകരുടെ വിവരങ്ങളും പോലീസ് കൈക്കലാക്കിയിരുന്നു. ഇതാണ് സംഭവത്തിന്റെ 1-ാം അധ്യായം. EPയെ വധിക്കാനുള്ള ആസൂത്രണത്തിൽ സഹായിച്ച അപൂർവം ചിലർ ദില്ലി ദേശാഭിമാനിയിൽ പതിവ് സന്ദർശകർ ആയിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദശാബ്ദങ്ങൾക്ക് മുൻപ് ദില്ലിയിൽ MP ക്വാർട്ടേഴ്സുമായി ബന്ധമുള്ളവരായിരുന്നു അവർ. ഈ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ വിവാദ ഹോട്ടലിലും അവർ എത്താറുണ്ടായിരുന്നു. ദേശാഭിമാനിയിൽ മുഴുവൻ വിവരങ്ങളും അച്ചടിച്ചു വരുന്നത് കൊണ്ട് അത് കൈയോടെ കൈമാറിക്കൊണ്ടിരുന്നുവെന്ന് മനസ്സിലായി. ഒരു ദിവസം ദേശാഭിമാനി ഓഫീസിലെ വാതിൽ തുറന്ന് ഞാൻ സംശയിച്ച ആൾ ഉള്ളിൽ കയറിയപ്പോൾ ക്രുദ്ധനായി ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഇതിനുള്ളിൽ കാൽ കുത്തിയാൽ തൻ്റെ കാൽ ഞാൻ വെട്ടിയെടുക്കും. അയാൾ 5-ാം പത്തിയാണെന്ന് കേരള ഹൗസിലെ ജീവനക്കാരിൽ നിന്ന് ബോധ്യമായിരുന്നു. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ അതിനോട് വിയോജിച്ചു. ഞങ്ങൾ തമ്മിൽ തർക്കിച്ചു. ആ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച എൻ്റെ ആവേശം ഒരു നോക്കുകുത്തി പോലെ മാത്രം നോക്കി നിന്ന എൻ്റെ സഹപ്രവർത്തകൻ എന്നോട് ഒരക്ഷരം പറയാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടി തീരുമാനം എന്ന നിലയ്ക്ക് ആന്ധ്രയിലേക്ക് പോകുന്നതാണ് കണ്ടത്. അതിനിടെ കഴിഞ്ഞ ലേഖത്തിൽ എഴുതിയ കേരള ഹൗസിൽ കണ്ട
ദില്ലിയിലെ ഒരു വാഹനത്തിന്റെ ഉടമ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് വധശ്രമവുമായി അദ്ദേഹത്തിന് ഒരു ബന്ധമില്ലെന്നും അദ്ദേഹത്തിന്റെ വാഹനം പ്രതികൾക്ക് സഞ്ചരിക്കാൻ കൊടുത്തിരുന്നു എന്നേ ഉള്ളൂ എന്നാണ്. അത് സത്യവുമായിരിക്കാം. ആ വാഹനത്തിന്റെ പേര് ഇവിടെ എഴുതുന്നില്ല. അത് അപമാനിക്കലാകും. ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടെ പാർട്ടിയിലെ വിഭാഗീയത തലപൊക്കിയ സമയമായിരുന്നു അത്. ആ ഘട്ടത്തിലെ പാർട്ടിയിലെ ഉൾപിരിവുകളെക്കുറിച്ച് എഴുതിയാൽ അതെല്ലാം വലിയ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കും. ഇപിക്കുണ്ടായ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ അവരുടെ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ജാഗ്രത കുറവുണ്ടായി എന്നതിൽ തർക്കമില്ല. ജയരാജൻ മരമണ്ടനായതുകൊണ്ടാണോ ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്റെ ധർമ്മസങ്കടം ഞാൻ ഈ ബാലാനന്ദനോട് തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എന്റെ വികാരം പങ്കിടുന്ന പ്രകൃതം കൊണ്ടാകാം എന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്ന ആ ലാളനയുടെ ചൂട് മറക്കാനാവില്ല. എന്റെ ദുഃഖം പിടിച്ചു നിർത്താൻ കഴിയാതെ ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമിക്ക് ചെന്നൈയിൽ പോയി ജയരാജനെ ഒന്ന് കണ്ടൂടെ? ഞാൻ പോകാമെന്ന് പറയുക മാത്രമല്ല, വൈകിട്ടത്തെ വിമാനത്തിൽ ചെന്നൈക്ക് AKG ഭവനിലെ ഗതാഗത വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന MV മോഹനെ കൊണ്ട് സ്വാമി ടിക്കറ്റ് എടുപ്പിക്കുകയും ചെയ്തു. ഇത്ര കൂടി സ്വാമി കൂട്ടിച്ചേർത്തു. എടാ, അവൻ ധീരനാണ്. എന്റെ ഈ എഴുത്ത് പലരെയും തൃപ്തിപ്പെടുത്തുന്നതല്ല എന്നറിയാം. വരികൾക്കിടയിലൂടെ വായിക്കാൻ അറിയുന്നവരല്ല എന്റെ വായനക്കാർ. 5 ലക്ഷം പാർട്ടി അംഗങ്ങളെ തിരുത്തിക്കളയാമെന്ന വ്യാമോഹമൊന്നും എനിക്കില്ല. ഇന്നലെ വ്യാജ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് MV ഗോവിന്ദൻ മാറി നിൽക്കേണ്ടി വന്നത് ഞാൻ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് കണ്ടിട്ടാകണമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. തെങ്ങിന്റെ മണ്ടയ്ക്കോ വികസനം വരേണ്ടതെന്ന് മുഖ്യമന്ത്രി VSനെ പുച്ഛിച്ച ഒരു വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു, എളമരം കരീം. അന്ന് HMDയുടെ കോടാനുകോടി രൂപ വില വരുന്ന ഭൂമി ചുളുവിലയ്ക്ക് കൈമാറിയതിൽ പ്രതിഷേധിച്ച് അന്നത്തെ മുഖ്യമന്ത്രി VS ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ദല്ലാളുകൾ തടിച്ചു കൊഴുത്തു. MV ഗോവിന്ദന്റെ വിട്ടുനിൽക്കലും യാദൃശ്ചികമാവില്ല. ഒരു കാര്യമേ അടിവരയിട്ട് പറയാനുള്ളൂ. ഈ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി താക്കോൽ സ്ഥാനങ്ങൾ കൈക്കലാക്കിയവർ ഈ മഹാപ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ലോകത്തെ ഏറ്റവും മുന്തിയ കൊൽക്കത്ത നഗരത്തിൽ ചെങ്കൊടി പാറുന്നത് കണ്ട് അസൂയപ്പെട്ടവരുടെ ആഗ്രഹം സഫലമായി. അടുത്ത ലക്ഷ്യം കേരളമാണ്. അതിനിടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ ഉടനെ രോഷൻ തണുപ്പിക്കാൻ ഇടക്കാല മുഖ്യമന്ത്രിയായി മരുമകനെ വാഴിച്ചേക്കും. അതിനുള്ള തന്ത്രങ്ങളാണ് റാസ്പുട്ടിൻ ആവിഷ്കരിക്കുന്നത്. അതോടെ ഇന്ത്യയിലെ കമ്മ്യൂണിസവും ശുഭം.